വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ 2 അതിഥികൾ കൂടെ ഉണ്ട്. നമ്മൾ ഫുൾ നനഞ്ഞ് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. ഫുൾ നനഞ്ഞ് കുളിച്ച് പരാജയമായിട്ട് എൻ്റെ ഫോട്ടോഷൂട്ടല്ല, ഞാൻ വേറൊരാൾക്ക് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് വീണ്ടും മഴ തുടങ്ങി. അതെ, ഇവിടെ ആരൊക്കെ വെച്ച് ഞാൻ എൻ്റെ കസിൻസ് വന്നിട്ടുണ്ട്. കൃഷ്ണ, ഉപര TV, അമ്മൂച്ചി, ക്യാമറ. അയ്യോ സോറി, സാമിത കൃഷ്ണ ടീച്ചറാണ്. ടീച്ചർ അൽ ടീച്ചർ നേരെ സ്കൂളിൽ നിന്ന് പിള്ളേരെയും പഠിപ്പിച്ച് നേരെ ഇങ്ങോട്ട് വന്നിട്ട് അതിന്റെ ഫൺ ഫാക്ട് നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തു വീട്ടിലേക്കുള്ള. എന്തായാലും മഴ തുടങ്ങി, മഴ പെയ്യുന്നത് തുടങ്ങി. പിന്നെ എന്തായാലും നനഞ്ഞു കുളിച്ചുകൊണ്ട് നിങ്ങളെല്ലാരും ഞാൻ നാണിച്ച് നിൽക്കല്ലേ. വരൂ ആ മഹദീന ഇന്ന് നേരെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നെയാണ്. ആ സമയത്ത് ലൊക്കേഷൻ അയച്ച ഓൾറെഡി ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചിനെ. ഇല്ല, ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് അല്ല അയച്ചു കൊടുത്തിന് ഓൾറെഡി. എന്നിട്ട് ഞാൻ അയച്ച ലൊക്കേഷൻ. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ലൊക്കേഷൻ അയച്ചു. കറണ്ട് ലൊക്കേഷൻ അയക്കാൻ കറണ്ട് ലൊക്കേഷൻ അയച്ചു. ഞാൻ അപ്പൊ ഓട്ടോറിക്ഷയിലൂടെ പോവുകയാണ്. എന്നിട്ട് മഹദി വന്ന് ഇറങ്ങിയത് എന്റെ തെറ്റാണ്. ഞാൻ ലൊക്കേഷൻ മാറിപ്പോയി. എന്നിട്ട് വേറെ ഏതോ സ്ഥലത്ത് പോയി ഇറങ്ങി ആടന്ന് കൂട്ടി കൊണ്ടുവന്ന് നമ്മള് നേരെ കണ്ണൂർ ഫുഡ് പോയിന്റ് പോയില്ല ഫുഡ് കഴിക്കാൻ. എന്നിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ബിരിയാണി, പാലും, നെയ്ച്ചോർ. അതെ അതെ. ഹായ് ഗൈസ്, ഉപരാട്ടി ഭയങ്കര ഷൈ ആണ്. പട്ടിനെ പട്ടിയുണ്ടോ എന്നാലോചിച്ച് പട്ടിനെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് ഇവളെ എനിക്ക് വേണ്ടി ഫോട്ടോ എടുത്തു തരില്ല. വളരെ റെയർ ആയിട്ട് മാത്രമേ ഇവളെ എനിക്ക് വേണ്ടി ഫോട്ടോ എടുത്തു തരുള്ളൂ. സത്യം അല്ല, ദാറ്റ് ഈസ് നോട്ട് ട്രൂ. പൊന്നിച്ചോട് എപ്പം പറയും പൊന്നിച്ച് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങും നടക്ക്. ഞാൻ ഊളായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നടക്ക്, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങും. അപ്പൊ വേണ്ട മോളെ, ഇന്ന് എടുക്കണ്ട നാളെ എടുക്കാം, ഇന്ന് എടുക്കണ്ട നാളെ എടുക്കാം, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഊളെ ബ്യൂട്ടി പെട്ടുപോയി ഗൈസ്. അങ്ങനെ പറഞ്ഞു പറയും. അവസാനം തിരിക്കേ ക്യാമറ തിരിക്കും. അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെങ്ങനെ പണ്ടറപ്പെട്ടു. അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് പൊന്നുവച്ചിക്ക് നല്ല ഫോട്ടോസ് കിട്ടിയില്ല. കാരണം മീനുവച്ചിക്ക് നല്ല ഫോട്ടോ കിട്ടി. അത് വഴിയെ വരുന്നതായിരിക്കും. തടുക്ക്. അപ്പോൾ പൊന്നുവച്ചിക്ക് നല്ല ഫോട്ടോസ് കിട്ടുന്നില്ല എന്നാണ് പൊന്നുവച്ചി പറഞ്ഞത്. പക്ഷെ ഞാൻ വളരെ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ല ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് എൻ്റെ ചേച്ചിക്ക്. പക്ഷെ ഞാനിപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് ഷൈ ആണ് ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. ഐ ഫീൽ സോ ഷൈ. അതുകൊണ്ട് ഞാൻ എടുക്കല. പിന്നെ പാവംകുട്ടിനെ ബുദ്ധിമുട്ട് എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നില്ല. എന്നാല് ഇവിടെ എപ്പോൾ ചോദിച്ചാലും ബിസി നാട്ടിൽ ചെരുപ്പെടുത്തിട്ട് ചോദിച്ചാൽ ചെരുപ്പെടുത്തിട്ട്. സോറി ഗൈസ്, ഒരു മിനിറ്റ്. ഇപ്പോൾ ഫുള്ള് നനഞ്ഞ് പണ്ടാറടങ്ങി. പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് കുപ്പായം മാറ്റിയിട്ട് നേരെ ഒന്ന് നെക്സസിലേക്ക് പോകണം. അവിടെ ഡിക്കാത്തറോണിൽ ഓഫർ അയച്ചു. ഡിക്കാത്തറോണിൽ ഓഫർ ഉണ്ട്. എല്ലാം പ്രാന്തന്മാരാ. അയ്യോ, ഒരു കലാകാരിയാണ് ഇത്. ദിസ് ഈസ് അവർ ഫ്രണ്ട് ഹബീബ്, റൈറ്റ്? അസീസ്. ദിസ് ഈസ് അവർ റഷീദ്. സേ ഹായ് ടു. ഓ, സൈക്കിൾ റൈഡ്. നൈസ്. ബൈ. സൂ പുള്ളിക്കാരൻ നമ്മളെ ഇച്ചിരി കമ്പനിയാണ്. ഈ നാട്ടിലെ എല്ലാ പിള്ളേരെയും നമ്മൾ കമ്പനി ആക്കണം അല്ലേ? ചേച്ചി പിടിച്ചാ കൈ കടച്ചു കൊടുക്കുന്ന എനിക്ക്. സോറി ഗൈസ്. ഈ പിള്ളേരോട് എന്തിനായിരുന്നു സൂ തുടങ്ങിയ? നമ്മള് ഒരു ദിവസം റൊണാൾഡോ എന്തോ ഞാൻ ഒരു റൊണാൾഡോനെ ജേഴ്സി ഇട്ടിട്ട് നടന്ന സമയത്ത് അല്ല, നീ വണ്ടിയിൽ പോകുന്ന സമയത്ത് നീ ഒരു ദിവസം പറഞ്ഞു എന്തോ പറയുമ്പോ നമ്മള് സൂ നമ്മള് വെറുതെ പറഞ്ഞപ്പോ ആ പിള്ളേർ അതന്നെ നമ്മളെന്തോ പറഞ്ഞപ്പോ അത് കട്ട് ചെയ്യണം. നമ്മളെന്തോ പറഞ്ഞപ്പോ പിള്ളേരും സൂ സീന്നു ആ സാധനം സ്വീന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ കമ്പനി ഒരു സ്വീസി ബന്ധമാണ് നമ്മൾ ഉണ്ടായിരുന്നത്. വേറെ 2 കൂടി ഉണ്ട്. രണ്ടെണ്ണത്തിന്റെ പേരൊക്കെ പറഞ്ഞു. ഹബീബും അസീസ്, ഹബീബ്, റഷീദ്. ഇതാണ് 3 പിള്ളേർ. ഇറ്റ്സ് സോ കോൾഡ് ഗൈസ്. ഉബ്ര TV വളരെ മുന്നോട്ട് നടക്കുകയാണ്. ശാമിത കൃഷ്ണ അമ്മച്ച് ഭയങ്കര ശൈലാണ്. ശാമിത കൃഷ്ണ അഥവാ മീനു, ഇവള് എന്താ പറയാ സാരി കൊടുത്ത് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് അവസാനം അത് ഫുള്ള് നടക്കാൻ പറ്റാണ്. കാല് കാണിച്ചു ഗൈസ്. ആ കഥ ഞാൻ പറഞ്ഞു. 2 ദിവസം മുന്നേ സ്കൂളിൽ പഠിപ്പിക്കാന്നല്ല. 2 ദിവസം മുന്നേ എന്താ ലീവ് എടുത്തു മഹദി. എനിക്ക് എല്ലാവരുടെ പോലെ തന്നെ സിക്ക് ലീവ് അടിച്ചത് എല്ലാവരെ പോലെ തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് ബാത്റൂമിൽ നിന്ന് വീണ് പോലും. ഈ കാലോട് എനിക്ക് ഇന്ന് ഓഫീസിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഇങ്ങനെയൊക്കെ നടന്നല്ലോ. ഞൊണ്ടി തന്നെ
ഓക്കെ കണ്ടോ ആൾക്കാരെല്ലാം നോക്കുന്നു നമുക്ക് പ്രാന്തായ വെച്ചിട്ട് ഏതൊരു പെണ്ണുകിട നനച്ചു കോയിനപ്പം നടക്കുന്നുണ്ട് ബാക്കി 3 ബാക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നുമില്ല. രാത്രി പരിപാടി ഒന്നും ഉണ്ടാവില്ല അല്ലേ? ആ രാത്രി പരിപാടി ഒന്നുമില്ല. അപ്പോൾ ബാക്കി നമ്മൾ നെക്സസിലേക്ക് പോകുമ്പോൾ കാണാം ഗൈസ്. ബൈ ബൈ. അപ്പം ഗൈസ് ഉപന ടി വി ആകെ ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് വന്നത് ഗൈസ്. അതാണ് 2 ഡ്രസ്സ്. അത് നാളെ ഞാൻ വേണ്ടി ഒരു ഡ്രസ്സ് എടുത്ത് ഇപ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞു ഗൈസ്. പാവം കുട്ടിക്ക് ഡ്രസ്സ് ഇല്ലാന്ന് പറഞ്ഞ് തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ എല്ലാം സെറ്റാക്കി കൊടുക്കാം, ഡോണ്ട് വറി. പൊന്നുവെച്ച് സാരി ഉടുപ്പിക്കാന്ന് പറഞ്ഞു. ആ സാരി ഒഴിവാക്കുവാണേ മീൻ വെച്ച്. മീൻ ഉടൻ അയ്യോ എന്നെ കാണുന്നില്ല. ഒരു മിനിറ്റ്. ആ അപ്പോൾ ഇതാ ഞാൻ ഫുൾ നനഞ്ഞിട്ടുണ്ട്. ഞാൻ കറുപ്പൂപ്പേണ്ടത് കാണാതെ. നീ ഫുള്ള് നനഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ നനഞ്ഞത് ഫോട്ടോഷൂട്ടാണല്ലോ. അതെ ഞാൻ നനഞ്ഞിട്ട് അത് ഹനാൻ ഷാക്കുള്ള നമ്മളെ ഒരു സ്നേഹോപഹാരം അല്ലേ ആ പാട്ട്. ഓക്കെ സ്നേഹോപഹാരമല്ല. അപ്പൊ ഗൈസ് ബൈ ഗൈസ്. പറയട്ടെ ആ പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് മീനുവച്ചിക്ക് അതേപോലത്തെ അതിന്റെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കണം ഇങ്ങനെ മീനുവച്ചി വല്ലാതെ റിക്വസ്റ്റ് ചെയ്തു. സത്യം മീനുവച്ചി കുറെ റിക്വസ്റ്റ് ചെയ്തു സത്യം. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സസ് പോകും കാണാം. ബൈ ബൈ. സീ യു ഗൈസ്. നമ്മള് നെക്സസ് പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ചർച്ച് സ്ട്രീറ്റിലുള്ള ഡിക്കാത്തലോണിൽ പോവുകയാണ്. ചർച്ച് സ്ട്രീറ്റ് അവിടെ ആകുമ്പോൾ കുറച്ച് തെണ്ടും ചെയ്യാം. കുറച്ച് തെണ്ടിന്റെ നഗാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടി ഇനി. കാരണം ആളാണ് കുറച്ച് തെണ്ടും ചെയ്യാൻ. നെക്സസ് കയറി മടുത്തു. അപ്പോൾ വണ്ടി വിളിച്ചിട്ടുണ്ട്, വണ്ടി വരുന്നുണ്ട്. വണ്ടി പെയ്യാതെ ഒരു കാര്യമില്ലാണ്ട് എന്താ എനിക്ക് പ്രശ്നം മീൻ വെച്ചൊരു സുന്ദരി തന്നെ. ഇനി ഈ വ്ളോഗിന് ശേഷം ഫുൾ ഓവറാക്കണ്ട. വ്ളോഗിന് ശേഷം ഫുൾ അല്ല വ്ളോഗിന് ശേഷം മറ്റേ ഫാൻസ് അസോസിയേഷൻ തുടങ്ങും. ഷാമിദ ഫാൻസ് അസോസിയേഷൻ. വേണ്ട അതൊന്നും വേണ്ട. അതിന്റെ അർത്ഥം പറ മീൻ വെച്ചി. ആ എല്ലാരും വരും മീനുവച്ചി. എല്ലാ ആണുങ്ങളും മരിക്കണം. അത് ഇടാനുള്ള കാരണം നമ്മൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും. ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ സീരീസ് ആയിട്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് അതില് ഡനേറിസ് ടർഗേറിയൻ പറഞ്ഞു. ടർഗേറിയൻ അല്ല ടാർഗേറിയൻ. ടർഗേറിയനാ? ഓ സോറി എന്റെ മിസ്റ്റേക്ക്. എനിക്ക് വിദ്യാഭ്യാസം ഇച്ചിരി കുറവാണ്. ഓക്കെ സ്കൂളിൽ പോയിന്. അപ്പൊ അതാണ് ഇംഗ്ലീഷിന്റെ ഷോ. മൈൻഡ് ചെയ്യണ്ട. അപ്പൊ പറഞ്ഞ ഡയലോഗാണ് അയ്യമ്മയാ വടകര ഭാഷ. ഓ അയ്യമ്മ പറഞ്ഞ ഡയലോഗാണ് ഓൾ മെൻ മസ്റ്റ് ഡൈ. അപ്പൊ അതിന് റിപ്ലൈ കൊടുക്കും ഓൾ മെൻ മസ്റ്റ് സർവൈവ്. അതാരാ പറയുന്നപ്പോ? അത് വേറെ പ്രിയ പറയുന്നു. പ്രിയന്റെ അക്കൗണ്ട് അത്. പ്രിയ അതല്ല സീരീസിൽ ആരാ പറഞ്ഞു? സീരീസിൽ അത് പറഞ്ഞ എല്ലാവരും തിരിച്ചത് പറയും. അതായത് നമ്മളിപ്പോ ഹായ് പറയുമ്പോൾ തിരിച്ച് ഹായ് പറയില്ലേ, അതേപോലെ വലാർ മോർബുലേഷൻ പറഞ്ഞാൽ വലാർ ദഹാരിസ്. ഭയങ്കര വിദ്യാഭ്യാസം. ഒരറിവും ചെറിയതല്ല. എന്നെ അണ്ണം വിളിക്കുന്നു ഗൈസ്. ഒരു മിനിറ്റ്. ചിറാപ്പുഞ്ചി എന്നാ പറയാ? ഷോക്കാ അല്ല, ചിറാപ്പുഞ്ചി തരംഗമാ. പാട്ട് കഴിഞ്ഞിട്ട് അതിന്റെ കാറ് നല്ല പൈസ വരും മീൻ വെച്ച്. അങ്ങനല്ലേ ഞാൻ ഫണ്ണടിച്ചതോ. ചിരിക്ക് ഒരെണ്ണം വരുന്നുണ്ട്. 5 minutes. ചിറാപ്പുഞ്ചി മയത്തിൽ ഡെയിലി വീട്ടിൽ ചിറാപ്പുഞ്ചി മാട്ടാം. ഒരു സൈഡിൽ ചിറാപ്പുഞ്ചി പാട്ട്, മറ്റേ സൈഡിൽ ഹനാൻഷാന്റെ വ്ളോഗ്. ഇതന്നെ ഹനാൻഷാ ഇപ്പൊ കുടുംബത്തിലൊരാളെ പോലെയൊക്കെ ചുമ്മാ തള്ളുവാണ് അല്ലേ. ആ പോയി കാണിക്കേ ഗൈസ്. നമ്മള് നടു റോട്ടിലാ നിക്കുന്നേ. ആ പാട കഴിഞ്ഞാ കുറുമ്പിയാന്ന് ഇച്ചിരി. ഷാമിദ
തണുപ്പുള്ള കുപ്പായം കൂടെ ചളി വീണ് ഫുള്ള് കുത്തിടാവും. മീനച്ചി എലീനപ്പം കിടക്കണ്ടോ നിങ്ങള്? ഹോട്ടലുണ്ട്, താഴെ ഇറങ്ങും. കഴിഞ്ഞ പാട്ട് വെച്ചാൽ കഴിഞ്ഞ ഹിമ്മേ ഇതൊന്നാ ഇത്? തുഴഞ്ഞെത്ത്. നിങ്ങളുടെ കോൺസെപ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്ത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ. നിങ്ങളെ കോൺസെപ്റ്റ് എങ്ങനെയാ ചേച്ചി? ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാ? ഇതില് ചെയ്താൽ മതി അല്ലേ? കമന്റിൽ ചെയ്താൽ മതി. കമന്റിൽ അവരെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന്. അത് വേണ്ട. അത് ഞാൻ പറയാൻ മറന്നു. പൊന്നുവെച്ചി ഇല്ല, മീനുവെച്ചി വലിയൊരു സിംഗറാണ്. മറ്റേ ബാംഗ്ലൂർ കണ്ട വലിയ സിംഗറാണ്. പർദേശി പർദേശി ജാനാ നഹി ചോടുക്കെ അതാ പാടുക. മെയിൻ സോങ് അതാ ചേച്ചിന്റെ. കുട്ടിയാ കുട്ടി. അല്ലല്ല, അതിനോണ്ട് എപ്പോ അങ്ങനെ സ്റ്റാർട്ട് ആവില്ല. ഇതില് ജി അടിക്കരുതേ, വ്ളോഗിൽ ജി അടിക്കരുത്. ഉഫ്, ജെൻസി കൊച്ചുങ്ങൾക്ക് ജലതി പിടിക്കുക. ജി മീൻസ് അത് ഇച്ചിരി ജെൻസി വേർഡ്സ്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് എന്നെ പോലെ ജെൻസികൾക്ക് ഇങ്ങനൊക്കെ എങ്ങനെ എങ്ങനെ വണ്ടി ഓടിക്കുക ഇങ്ങനെ ഇങ്ങനെ വണ്ടി. നമ്മള് ജെൻ ആൽഫ എന്നാലും ഇതിനെ പറ്റി യാതൊരു വിവരം ഇവർക്കില്ല ഗൈസ്. ഇവരെന്താണെന്നുള്ള ബോധം പോലും ഇവർക്കില്ല. ഞാൻ 2010 നീ 2010 ജനിച്ചിന്? നീ ആരാ? സുന്ദു ഏതാ? ഏതാ അത്? സുന്ദു 2000 ഓൾ എന്നെക്കാളും വലുതാ ശരിക്കും മനസ്സുണ്ട്. ഇവളിപ്പൊ ജനിച്ചു വീണ്ട എത്ര? മെന്റലി അല്ല ഗൈസ്, അല്ലാതെ തന്നെ. ഞാൻ 2010 ജനിച്ചു. ഓക്കെ ബൈ ഗൈസ്. കാണുമ്പോ നമ്മൾ വണ്ടി വന്നോ? അറിയില്ല. ഇല്ല, എൻ്റെ കയ്യിലല്ലേ ഫോൺ വന്നിട്ടില്ല. നമ്പർ 7165. അപ്പോൾ നമ്മൾ ഡീക്കാത്തറോണിൽ പോയിട്ട് അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവില്ല. ഷോ ആ കാര്യങ്ങൾ ഞാനാ കട്ട് ചെയ്യാം. ഇല്ല കട്ടായില്ല. ഞാൻ പറയട്ടെ, ഡീക്കാത്തറോൺ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവും തോന്നില്ല വിശേഷങ്ങൾ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ശാന്തകൃഷ്ണൻ എന്തെങ്കിലും ഫൺ ഫാക്ട് എന്തെങ്കിലും കുറുമ്പത്തരം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. കുറുമ്പി ഇച്ചിരി നോട്ടി ദൈവം. ഓക്കെ, അപ്പോൾ ഗൈസ് ക്രിഞ്ച് കണ്ടന്റ്സിന് വേണ്ടി ശരണശങ്കരെ ഫോളോ ചെയ്യുക. സുന്ദരിയാണേ, പക്ഷേ ക്രിഞ്ച് കണ്ടന്റിന് വേണമെങ്കിൽ ശരണശങ്കരുടെ സുന്ദരിയാണ് അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് രണ്ടാമത്തെ തവണയാണ് പറയുന്നത്. അങ്ങനെയും നിങ്ങളും സുന്ദരികൾ തന്നെ. അന്നെ ഫോട്ടോ എടുത്താ? അപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വിളിക്കാം. ഓക്കെ, അല്ല സോറി, വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ബൈ ബൈ. ചർച്ച് സ്ട്രീറ്റിലെത്തി. ഇവിടെ എപ്പോഴും ഒരു ലൈറ്റിന്റെ പ്രകാശം ഉണ്ടാവും. അതൊന്നിനാന്ന് എനിക്കറിയില്ല ചേച്ചി. എപ്പോ ലൈറ്റാണ് ഇടാ, കത്തിക്കും. അപ്പൊ അമ്മോച്ചി ആദ്യത്തെ ലൈറ്റെല്ലാം കാണുന്നതിന് സന്തോഷത്തിലാണ്. ഹായ് വെളിച്ചം എന്നൊക്കെ. ചർച്ച് സ്ട്രീറ്റിൽ ഇപ്പൊ ഒടുക്കത്തെ വിശപ്പെന്നോ കഴിക്കാൻ പോന്നാണ്. ഞാൻ ഫസ്റ്റ് എന്നെ കാണിക്കാം. ഒന്നും മര്യാദ കേൾക്കുന്നുണ്ടാവില്ല. ഇതാണ് ചർച്ച് സ്ട്രീറ്റ്. ഇവിടെ ഒരു ആവശ്യമില്ലാണ്ട് കുറെ ശബ്ദം കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറുകളും ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെയും കാണാം അല്ലേ? ഇവിടെ വന്നാൽ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാര്, ഡിഫറെന്റ് ആയിട്ടുള്ള കാറുകളും കാണാം അല്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? ബർഗർ കിങ്ങോ? ഗൈസ്, ഇത് ചെയ്യുന്ന എന്താ വെച്ചാലേ, വരുന്ന ഫുഡ് കഴിക്കാൻ സ്ഥലമില്ലാത്തോണ്ട്
അഡ്ജസ്റ്റ് ചെയ്യുന്നു വയറ് ഇല്ല. നമ്മുടെ സ്ഥലമാക്കണം. വയറിറച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ വേറെ സ്ഥലം മാറ്റണം. ഹെൽത്തി ഫുഡാണല്ലോ അല്ലേ അതെ, കഴിക്കുന്നത്? എന്താ കഴിക്കാൻ പോകുന്നത് നമ്മുടെ? അത് പണ്ടെന്ന് അറിയോ, നമ്മൾ നേരെ പിടികറാം. ഇവിടെ ചർച്ച് സ്ട്രീറ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റോളിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. ഞാൻ കുറേ റീൽസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയി കഴിക്കാൻ നോക്കുമ്പോൾ മരണ തിരക്കാണ്. ഇവിടെ വന്നത് MC-യിൽ മെക്ഡോണൾഡ്സ് വന്നു. മെക്ഡോണൾഡ്സ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മെക്ഡോണൾഡ്സ് വന്നു. ഇപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചും പോകും. ഒന്നും നടക്കൂല എൻ്റെ മനസ്സ് പറഞ്ഞു. കാണുന്നുണ്ട് ഉപന TV എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അടങ്ങി. വളരെ സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷനിടയിലാണ്. കാരണം ശരണ്യ ശങ്കർ എത്ര കൊല്ലം മുന്നേ ആയിരുന്നു? ഒരു കൊല്ലം മുന്നേ. ഒരു കൊല്ലം മുന്നേ ഇവിടെ മൂപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. എന്റെ കഴപ്പുണ്ട്, ഞാൻ ഇതെടുത്ത് കുത്തി. ഇവിടെ കുത്തി? അങ്ങനെ എന്റെ കഴപ്പുണ്ട്, ഞാൻ ഇത് കുത്തി. എന്റെ കഴപ്പുണ്ടെ മുടി കളർ അടിച്ചു. പക്ഷെ അത് രസമാണ്. അത് രസമില്ല. ഇത് രസമില്ല. അത് രസമാണ്. പക്ഷെ ഇതായിക്കണ്ടായിരുന്നു. എന്നിട്ടാകുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ ചില കോസ്റ്റ്യൂംസിന് ഇത് മാച്ച് ആവുന്നുണ്ട്. അന്നേരം അയച്ചിട്ടു. അപ്പം ഞാൻ ഊരി വെച്ചു. അല്ല, എന്നിട്ടാകുമ്പോൾ ഊരി വെച്ചിട്ട് അങ്ങനെ ചെയ്തിനെ. കുറച്ച് കഴിയുമ്പോൾ മൂക്കുതി ഞാൻ ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഒന്നിച്ചത് എടുത്തു വെച്ചു. ഇപ്പം അത് കാണുന്നില്ല. അതിനുശേഷം ഞാൻ മൂക്കുതി ഒന്നും കാരണം അവിടെ മൂക്കടഞ്ഞ് എല്ലാം ഞാൻ കാരണമാണ്. ശരണ്യ ശങ്കർ എപ്പോൾ പറയും എല്ലാം ഞാൻ കാരണമാണ്, ഞാൻ കാരണമാണ്. അതെങ്ങനെയാണ് ഞാൻ കാരണം എനിക്കറിയാം. എടുത്ത സ്ഥലത്ത് എവിടെയും വെക്കൂല. അത് മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രസമുണ്ട്. വൃത്തിക്ക് വെക്കും. അപ്പോൾ അതോട് കാണുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് കുറച്ച് സുന്ദരിയാണ്. ഉണ്ടാക്കും. കുറച്ച് നല്ല രസമുണ്ട്. കുറച്ച് മതി, നിങ്ങൾ അധികം പറയാം. എനിക്ക് കോൺസെൻട്രേഷൻ പോകും. സോറി ഗൈസ്. മതി പോകും. സുന്ദരിയല്ല, കുറച്ച് നല്ല രസമുണ്ട്. മതി അധികം പറയല്ലേ. ഇങ്ങനെ ആ മൂത്തിന് ഓട്ടേക്ക് ഇട്ടിരുന്നു. അതും സുന്ദരി. മതി പക്ക കട്ടയില്ലേ? ഒരു ഭീകര തന്നെ കേട്ടോ. പിന്നെ അടുത്ത സുന്ദരി ഒന്നും വേണ്ടൂല. ഇച്ചിരി നാണല്ലോ. പക്ഷെ എന്നാണ് ബ്ലഷാണ്. ബ്ലഷ് അത് കുരുവാ. ബ്ലഷ് മുഴുവൻ ബ്ലഷാണ് ഉപന TV. എന്താ പറയാനുള്ള എനിക്കൊന്നും പറയാനില്ല. ഇത് കേട്ടാ, ചെറിയ പെണ്ണ് വിശക്കുന്നു. ചെറിയ പെണ്ണ് ശാമിത. ഇൻസ്റ്റാഗ്രാം ID ഞാൻ വയസ്സ് കൊടുക്കല്ല. വലർ ബർഗർ ലിസ്റ്റൊക്കെ ഇനി സ്പെല്ലിംഗ് കൂടി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക്. തെറ്റി ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അല്ലേ? അതെ, തോന്നി. ഇതിന്റെ നമ്മൾ ഇറക്കിയതാ ഷോർട്സ് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ. അത് കാണാതെ പോയി കാണുക. യൂട്യൂബിന്റെ ഇത് പറ. നിങ്ങൾക്കറിയില്ല? ശരണയ്ക്ക് പകരം സൃണിയാണ്. SR സ്പെല്ലിംഗ് എന്നാ ശരിക്കും SRANY അടിച്ചിട്ട് സൃണിയാണ്. ഞാൻ എന്താ ഷോർട്ടാക്കി ഇതാക്കിട്ട് അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പറ. അത് കഴിഞ്ഞിട്ടെന്താ സൂപ്പർ സ്റ്റാർ എത്ര അടിച്ചാലേ വരുമല്ലോ. ഇത് കുറെ മൂവി ഒക്കെ വരുന്നത് എനിക്ക്. സൂപ്പർ സ്റ്റാർ വരും, ലേറ്റസ്റ്റ് അടിക്കും. ഇതൊരു ട്യൂട്ടോറിയലാണ് ഗൈസ്. എൻ്റെ പേജ് അങ്ങനെ എടുക്കാന്നുള്ള ട്യൂട്ടോറിയൽ. അയ്യോ, ഇതിലൊന്നും ഞാനില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതാ ശരണ്യ. സൂപ്പർ സ്റ്റാറിനെ എടുക്ക. ഇപ്പൊ പറയുന്നില്ല. പിന്നെ ഷോർട്സ് എടുക്ക. ഹായ് ഗായ്സ്, ഇതാ ഞാൻ. അമ്മച്ചി പറ അങ്ങനെ. ഹായ് ഗായ്സ്. മേച്ചി പറ. അങ്ങനല്ല, ഹായ് ഗായ്സ്. അതാണ് ഇൻഫ്ലുവൻസർ. അല്ല ഇൻഫ്ലുവൻസർ. ഇവിടെ വേറെ ഇൻഫ്ലുവൻസർ. ഭക്ഷണം എന്നപ്പോ വരാത്. വരും മതി. ഭക്ഷണം വന്നു, പക്ഷെ എൻ്റെ മാത്രം വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഏടെ പരിപാടി അവതരിപ്പിച്ച ഒരു മെക്സിക്കൻ കോൺ ചീസ് ഉണ്ട്. വരുമായിരിക്കും. അതിലിച്ചിരി കുറവാണ്. മീഡിയം അമ്മൂച്ചിന്റെ അല്ലേ ഇത്? ഏച്ചൊന്ന് ഓർഡർ ചെയ്തില്ല. ഇനി ഇതെന്റെ
ഡയറ്റാണ് കഴിക്കുന്നുണ്ടോ? ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഡയറ്റിലൊന്നുമല്ല. അത് കണ്ടാ പറയാലോ. മീനുച്ചിക്ക് എങ്ങനെയാണ് ഇത്ര സൗന്ദര്യം കിട്ടിയത്? ജന്മനാ കിട്ടിയത്. ആ അജ്ജോടാ. അല്ല എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? മലയാളം മതി. മമ്മ അതിന്റെ റൈസ് പൗഡർ എന്തിൻ്റെ മമ്മ എർത്തിൻ്റെയാ? ഓക്കെ, നല്ല സാധനം. റൈസ് വാട്ടർ സെറവാ, കഞ്ഞിവെള്ളം ആക്കുന്ന സാധനം. ഓ മുന്നേ ബ്യൂട്ടി ജന്മന. അത് ഞാനും ചോദിച്ചല്ലോ ഒരേ ജന്മനയാണ്. കുളിക്കണം, കുളിച്ചല്ല ശരിയോ. എൻ്റെ ബ്യൂട്ടി പിന്നെ നാച്ചുറൽ. നാച്ചുറൽ ബ്യൂട്ടി. നിങ്ങൾ വിചാരിക്കണം നമ്മൾ പക്ക മറ്റേ റിച്ച് സെറ്റപ്പിൽ മെക്ഡോണൽഡ്സിൽ വന്ന് ഫുഡ് കഴിക്കുന്നു. സത്യം പറഞ്ഞാൽ വേറെ കടയൊന്നും കിട്ടിയില്ല, കുഞ്ഞിക്കടയൊന്നും ഇവിടെ ഇല്ല ചർച്ച് സ്ട്രീറ്റിൽ. അപ്പം നമ്മൾ വെച്ചു ഒന്നും നോക്കിയില്ല, നേരെ മെക്ഡോണൽഡ്സ് കയറിയല്ലേ. മീൽ സ്പോൺസേർഡ് ബൈ ശാമിത കൃഷ്ണ. എന്തോ സ്നേഹമാണ് ഇതെപ്പം കാണിക്കണേ. എല്ലാ ആഴ്ചയും വന്നോ ചേച്ചി? അമ്മൂച്ചി എന്താണ് ഫുഡിനെ പറ്റി അഭിപ്രായം? അധികം മിണ്ടൂല, സംസാരമില്ല അധികം, അല്ലാണ്ട് ബായ് കൂട്ടൂല. ഭയങ്കര ഷൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷൈയാ പുള്ളി. പക്ഷെ അല്ലെങ്കിൽ ടെററാണ് ഇവനാ ടി വി പറ. ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വണ്ടി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നോക്കുമ്പോൾ എനിക്കും അമ്മൂച്ചിക്കും ഒരേ വണ്ടിക്കാരൻ നമ്മൾ രണ്ടുപേരും ആക്സെപ്റ്റ് ചെയ്തു. ഇതല്ല ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒരു അന്ത്യം വരുത്തിയാലോ ഒന്ന് അല്ലേ, അവസാനിപ്പിച്ചാലോ ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം, മൈൻഡ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.